ഹലോ ഗായ്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നാം നോക്കുന്നത് ഡേറ്റ അനലിസ്റ്റ് എന്ന ജോലിയെക്കുറിച്ചാണ്. ഡേറ്റ അനലിസ്റ്റ് എന്ന ജോലി ലഭിക്കാൻ വേണ്ടി നിങ്ങൾ പഠിച്ചെടുക്കേണ്ട ഏതാനും ചില സ്കിൽസ്, ഈ ജോലിയുടെ സാധ്യതകൾ തുടങ്ങി ഈ ജോലിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നാം ഈ വീഡിയോയിൽ നോക്കുവാൻ പോകുന്നത്. നിങ്ങൾ എന്ത് പഠിച്ചവരാണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയുന്ന ഏതാനും ചില സ്കിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു ഡേറ്റ അനലിസ്റ്റായിട്ട് ജോലി കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. ഒരു ഡേറ്റ അനലിസ്റ്റ് ആരാണെന്നും അദ്ദേഹത്തിൻ്റെ ജോലി എന്താണെന്നും മനസ്സിലാക്കിയ ശേഷം എന്താണ് ഒരു ഡേറ്റ അനലിസ്റ്റ് ആകുന്നതിന് പഠിക്കേണ്ടതെന്ന് നോക്കാം. സിമ്പിളായി ഒരു ഡേറ്റ അനലിസ്റ്റ് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ, ഒരു ഡേറ്റ അനലിസ്റ്റ് എന്ന വ്യക്തി കമ്പനിക്ക് വേണ്ടി ഡേറ്റ ശേഖരിക്കുന്നു, ശേഷം അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. ഡേറ്റ എന്നത് കമ്പനിയുടെ മേൽനോട്ടത്തിൽ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് കസ്റ്റമർ ഇൻസൈറ്റ് എടുക്കുന്നതിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനും ഇത്തരം ഡേറ്റകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഡേറ്റകളെ ഇൻ്റർപ്രറ്റ് ചെയ്ത് കിട്ടുന്ന ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഇൻസൈറ്റ് കമ്പനി ലീഡറായിട്ടും സ്റ്റേക്ക് ഹോൾഡറുമായിട്ടുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായി വരുന്നതും ഒരു ഡേറ്റ അനലിസ്റ്റിൻ്റെ ജോലിയുടെ ഭാഗമാണ്. ഇങ്ങനെ ഇൻഫോർമേഷനെ ശരിയായി യൂസ് ചെയ്യുവാൻ കമ്പനിക്ക് കഴിയുന്നു. ഇതിലൂടെ ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്സ് അല്ലെങ്കിൽ ഡിസിഷനൊക്കെ തന്നെ എടുക്കാൻ കഴിയും. ഡേറ്റകളുടെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്നത് കൊണ്ട് തന്നെ കമ്പനിയിൽ ഇപ്പോൾ ഡേറ്റ അനലിസ്റ്റ് ജോലികളുടെ ഡിമാൻഡ് എന്നത് വളരെ ഉയർന്നതാണ്. ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള സെഗ്മെൻറ്റുകളിൽ ഒന്നായിട്ട് തന്നെ ഇതിനെ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഡേറ്റ സയൻസ് അല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സ് എന്നിവയായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഡേറ്റ സയൻസ് ഫീൽഡിൽ കടക്കുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒന്നാണ്. കൂടാതെ അതിൽ കോമ്പറ്റീഷനും കൂടുതലാണ്. ഡേറ്റ സയൻസിൽ ഉന്നത സ്ഥാനം നേടുന്നതിന് ടെക്നിക്കൽ ഫീൽഡിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയിലും ചിലപ്പോൾ വേണ്ടിവരും. അതേസമയം ഡേറ്റ അനലിസ്റ്റ് ഫീൽഡിൽ ജോലി കിട്ടുവാൻ ഇത്രയും കോമ്പറ്റീഷൻ വരുന്നില്ല എന്നതാണ് ഈ ജോലിയുടെ വേറൊരു സവിശേഷത. ഏതൊരു ഡിഗ്രി ഉള്ളവർക്കും ഈ ഫീൽഡിലേക്ക് കടന്നു വരാൻ കഴിയുന്നതുമാണ്. ഡേറ്റ അനലിസ്റ്റ് ആകുവാൻ ഏതൊരു ഫീൽഡിലുള്ളവർക്കും കഴിയുമെങ്കിലും അവർക്ക് അടിസ്ഥാനപരമായി ചില സ്കിൽസ് ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ ഇത്തരം സ്കിൽസ് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഈസി ആയിട്ട് പഠിക്കാൻ കഴിയും. ഇതിന് കുറഞ്ഞത് 6 മാസം മുതൽ 1 ഇയർ വരെ എടുക്കും. നോൺ ടെക്നിക്കൽ ഫീൽഡിൽ നിന്നുള്ളവർക്കാണെങ്കിൽ ഇതിൽ കൂടുതലും സമയമെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ജോബ് ചെയ്തുകൊണ്ടും നിങ്ങളുടെ സ്കിൽസ് വർദ്ധിപ്പിച്ചു കൊണ്ട് ഇരിക്കേണ്ടതായി വരും എന്നതാണ് ഈ ജോലിയുടെ സവിശേഷത എന്നത്. ഇനി നാം നോക്കുവാൻ പോകുന്നത് എത്ര സ്കിൽസാണ് ഒരു ഡേറ്റ അനലിസ്റ്റ് ആകുന്നതിന് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ച്. പലരും ഡേറ്റ അനലിസ്റ്റ് ഫീൽഡിലേക്ക് കടക്കുന്നത് ബേസിക് ആയിട്ടുള്ള സ്കില്ല് പഠിച്ച ശേഷം പിന്നീട് ജോലി ചെയ്തുകൊണ്ട് സ്കില്ല് ഉയർത്തുകയാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ഒരു ഡേറ്റ അനലിസ്റ്റായിട്ട് പ്രവേശിക്കാൻ വേണ്ടി വരുന്ന സ്കിൽസാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. ബേസിക് ആയിട്ടുള്ള സ്കിൽസാണ്. ഈ സ്കിൽസ് ഉറപ്പായി നിങ്ങൾ പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് ഡേറ്റ അനലിസ്റ്റ് ഫീൽഡിലേക്ക് ജോലി കണ്ടെത്താൻ കഴിയുന്നതാണ്. ഈ സ്കില്ലിൻ്റെ വേറൊരു സവിശേഷത എന്നാൽ ഓൺലൈനായിട്ട് സോഴ്സസ് ലഭ്യമായിട്ടുള്ള സ്കിൽസാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. വലിയ ടെക്നിക്കൽ നോളജ് ഒന്നുമില്ലെങ്കിൽ തന്നെയും അത്തരം കോഴ്സുകളൊക്കെ തന്നെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ സ്കിൽസ് നേടാവുന്നതാണ്. അതിന് വേണ്ടത് താല്പര്യവും പരിശീലനവുമാണ്. ഇനി അധികം താമസിക്കാതെ എന്തൊക്കെ സ്കിൽസാണ് പഠിക്കേണ്ടത് എന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് പൈതൺ പഠിക്കുക എന്നതാണ്. പൈതൺ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കാനുള്ള സ്കില്ല് നിങ്ങൾ വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഡേറ്റ അനലിസ്റ്റ് ജോലിക്ക് ഏറ്റവും നല്ല ബേസിക് ആയിട്ടുള്ള സ്കില്ലായിട്ട് നമുക്കിതിനെ ഉപയോഗപ്പെടുത്താം. ഡേറ്റ അനലിസ്റ്റിൽ ആറോ പൈതണോ ഉപയോഗിക്കാവുന്നതാണ്. എങ്കിലും തുടക്കക്കാർക്ക് പൈതണാണ് നല്ലത്. കൂടാതെ ഭാവിയിൽ നിങ്ങൾക്ക് മെഷീൻ ലേണിംഗ്, വെബ് ഡെവലപ്മെൻറ്റ് തുടങ്ങിയ ഫീൽഡുകളിലേക്ക് വേണമെങ്കിലും പൈതൺ പഠിച്ചാൽ മാറുവാൻ കഴിയുന്നതാണ്. ഈ കോഡിംഗ് ലാംഗ്വേജ് അവിടെയും ഉപകാരപ്രദമാണ് എന്നതാണ് ഇതിൻ്റെ സവിശേഷത. ഇനിയും പൈതൺ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന നിരവധി ഓൺലൈൻ സൈറ്റുകളുണ്ട്. ഇത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി നിങ്ങൾക്ക് പൈതൺ പഠിക്കാവുന്നതാണ്. പൈതൺ പഠിക്കുന്നതിനുള്ള സോഴ്സുകളുടെ ലഭ്യതയും കൂടുതലാണ് എന്നതാണ് പൈതണെ ഇവിടെ ഉൾപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. സ്റ്റെപ്പ് 2ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് SQL എന്ന സ്കില്ല് നേടിയെടുക്കുക എന്നതാണ്. SQL നിങ്ങൾക്ക് പഠിക്കേണ്ടതായി വരുന്നു. ഒരു ഡേറ്റ അനലിസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റയെ വിശകലനം നടത്തേണ്ടി വരും. ബിസിനസ് അടിസ്ഥാനത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടതായും വരും. SQL എന്നതിനെ പൈതൺ, സ്കേല എന്നിവയുടെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. കമ്പനിയുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് ഉപയോഗിക്കുന്നത്. ചില കമ്പനികൾ SQLനെ വേറെ ഫ്രെയിം വർക്കുകളുടെ കൂടെ ഇൻ്റർഗ്രേറ്റ് ചെയ്ത് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ
നിങ്ങൾ SQL പഠിക്കുകയാണെങ്കിൽ SQLൻ്റെ കൂടെയുള്ള ഇൻ്റർഗ്രേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഫ്രെയിം വർക്കുകളും വേഗത്തിൽ പഠിക്കുവാൻ കഴിയും. നിങ്ങൾക്ക് എവിടെയാണോ ജോലി ലഭിക്കുന്നത് ആ കമ്പനിയുടെ അടിസ്ഥാനത്തിൽ ഇത് ഭാവിയിൽ നിങ്ങൾക്ക് പഠിക്കാം. അഥവാ SQL പഠിച്ചാൽ ഫ്രെയിം വർക്കുകൾ പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് സഹായകമാകും. ജോലി ലഭിക്കുമ്പോൾ ഈ SQL പഠിച്ചത് മൂലം അവിടെ കമ്പനിയിൽ ഉപയോഗിക്കുന്ന ഫ്രെയിം വർക്കുകളോ എന്തൊക്കെയാണോ അത് നിങ്ങൾക്ക് ഭാവിയിൽ വേഗം പഠിച്ചെടുക്കുവാനും കഴിയും. സ്റ്റെപ്പ് 3 ഇവിടെ ഡേറ്റ അനാലിസിസ് ആൻഡ് വിഷ്വലൈസേഷൻ ചെയ്യാൻ പഠിക്കുക എന്നതാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതായി വരുന്നത്. ഇതിനുവേണ്ടി നിങ്ങൾ പഠിക്കേണ്ടതായി വരുന്നത് ഡേറ്റ വിഷ്വലൈസിങ് ടൂൾസാണ്. അത് ഉപയോഗിക്കാൻ പഠിക്കണം. അങ്ങനെയുള്ള ഏതാനും ചില ടൂൾസിന് ഉദാഹരണം നോക്കുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റ് എക്സൽ, ടാബ്ലോ എന്നിവയാണ്. ഇതിൽ ടാബ്ലോ എന്നതാണ് ഫേമസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡേറ്റ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി. കൂടാതെ ഇനി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൂടി ഈ സമയത്ത് ഡെവലപ്പ് ചെയ്യേണ്ടതായി വരുന്നു. കാരണം ഒരു ഡേറ്റ അനാലിസിസ്റ്റ് എന്ന ജോലിയിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് കമ്മ്യൂണിക്കേഷൻ എന്നത്. കാരണം നിങ്ങൾ ഡേറ്റ അനാലിസിസ് ആൻഡ് വിഷ്വലൈസേഷൻ എന്ന സ്കില്ല് പഠിച്ചെടുത്ത ശേഷം അതിനെ പ്രസൻറ്റ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് പ്രധാനമായി വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അതിനാൽ അതും നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടതായി വരുന്നു. ഇനി 4ാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. 4ാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് പറയാനുള്ളത് ഈ സൂചിപ്പിച്ച 3 സ്റ്റെപ്പും വിജയകരമായി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അഥവാ ഈ പറഞ്ഞ 3 സ്കിൽസും നിങ്ങൾ ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞു. ശേഷം കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഡേറ്റ അനലിസ്റ്റ് ആകുന്നതിനുള്ള എല്ലാ യോഗ്യതകളും നേടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ അടുത്ത 4ാമത്തെ സ്റ്റെപ്പിൽ ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഡേറ്റ അനലിസ്റ്റ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കണമെന്നതാണ്. ഇതിലൂടെ നിങ്ങൾ പഠിച്ച സ്കിൽസും മറ്റും നിങ്ങൾ എവിടെയാണോ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് ആ എംപ്ലോയർക്ക് നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള നെസസറി ആയിട്ടുള്ള സ്കിൽസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പോർട്ട്ഫോളിയോ ഉപയോഗപ്പെടുത്തുന്നത്. ഇങ്ങനെ പോർട്ട്ഫോളിയോ നിർമ്മിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നത് നിങ്ങൾക്ക് ടാബ്ലോ ഉപയോഗിച്ച് ഡാഷ്ബോർഡ്സ് ഉണ്ടാക്കി അത് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താം. പിന്നെ പൈതൺ ഉപയോഗിച്ച് ക്യാൻഡിൽ ഡേറ്റ സെറ്റ്സിനെ അനലൈസ് ചെയ്ത് അതും പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താം. 3ാമതായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോണ്ടൻറ്റ് നിർമ്മിച്ച് അതും പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നിങ്ങൾ പഠിച്ച സ്കിൽസ് ഉപയോഗിച്ച് പ്രോജക്റ്റ് വർക്ക് ചെയ്ത് അത് ഇതിൽ ഉൾപ്പെടുത്തണം. അതിനുവേണ്ടി നിങ്ങൾക്ക് പ്രോജക്റ്റ് വർക്കിന് വേണ്ടിയുള്ള ഐഡിയാസ് ഓൺലൈനായിട്ടോ ഒക്കെ തന്നെ നിരവധി ലഭ്യമാണ്. അതുപയോഗിച്ച് നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്ത് പ്രോജക്റ്റ് വർക്ക് ചെയ്തും ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. കൂടാതെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നതിന് വേണ്ടി നിങ്ങൾ നിരവധി യൂട്യൂബ് വീഡിയോ തന്നെ ഇപ്പോൾ ലഭ്യമാണ്. അവ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ പോർട്ട്ഫോളിയോ തയ്യാറാക്കി പരിശീലനമൊക്കെ പൂർത്തിയാക്കിയ ശേഷം നിങ്ങൾക്ക് ജോബിന് വേണ്ടിയോ ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയോ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇങ്ങനെ ജോബിന് വേണ്ടി ഇൻറ്റേൺഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനുവേണ്ടി സഹായിക്കുന്ന ഏതാനും ചില വെബ്സൈറ്റുകളാണ് ഇനി പറയാൻ പോകുന്നത്. ഈ പറയുന്ന ഓരോ വെബ്സൈറ്റുകളും നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഒന്ന് ലിങ്ക്ഡിൻ എന്ന വെബ്സൈറ്റാണ്. അതിലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്താൽ ഡേറ്റ അനലിസ്റ്റ് ജോലി നിരവധി കാണാൻ കഴിയും. അതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഇൻറ്റേൺശാല എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നിരവധി ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമുകൾ കാണാൻ കഴിയും. Naukri.com, ഗ്ലാസ്ഡോർ തുടങ്ങിയവയിലും ഡെയിലി ഈ ഡേറ്റ അനലിസ്റ്റ് പ്രൊഫൈൽസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതിലൊക്കെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് ജോലി കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിക്കാവുന്നതാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന സ്കിൽസൊക്കെ ഉണ്ടെങ്കിൽ ഡേറ്റ അനലിസ്റ്റ് ജോലിയിലേക്ക് ലഭിക്കാനുള്ള ചാൻസസ് എന്നത് കൂടുതലാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ തുടങ്ങിയവ ചെയ്ത് ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.